കഴിഞ്ഞ ദിവസമാണ് ഉത്തരാഖണ്ഡ് നിയമസഭയിൽ ഏക സിവിൽ കോഡ് നിയമം പാസാക്കിയത്. സംഘ് പരിവാറിന്റെ മറ്റൊരു പ്രഖ്യാപിത അജണ്ടയാണ് ഇതുവഴി യാഥാർത്ഥ്യമാകുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ BJP വാഗ്ദാനം ചെയ്തതായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവും കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയലും ഏക സിവിൽ കോഡ് നടപ്പാക്കലുമെല്ലാം. അതുകൊണ്ട് തന്നെ ഉത്തരാഖണ്ഡ് മോഡൽ നിയമനിർമ്മാണം ഉടൻ തന്നെ അസമിലും ഗുജറാത്തിലും പരീക്ഷിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ട്. BJP ഭരിക്കുന്ന ഈ രണ്ട് സംസ്ഥാനങ്ങളും ഇതു സംബന്ധിച്ച് നേരത്തെ തന്നെ സൂചനകൾ നൽകിയിട്ടുമുണ്ട്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും നേരത്തെ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. कॉमन सिविल कोड इस संबंध में अलग अलग राज्य सरकारों के द्वारा अपने अपने यहाँ कमेटियां गठित की गई हैं. जैसे उत्तर प्रदेश के लिए हमारा लॉ कमीशन इसको देख रहा है. BJPയുടെ പൂർവ്വരൂപമായ ഭാരതീയ ജനസംഘിന്റെ 1951 രൂപവൽക്കരണ യോഗത്തിൽ തന്നെ ഏക സിവിൽ കോഡും കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 എടുത്തുകളയലും സംഘടനയുടെ അജണ്ടയായി അംഗീകരിച്ചിരുന്നു. ഇതിനുശേഷമാണ് അയോധ്യ പ്രസ്ഥാനമൊക്കെ സംഘ് പരിവാറിന്റെ മുഖ്യ പരിഗണനയിലേക്ക് വരുന്നത്. ഹിന്ദു വിവാഹ നിയമവും അനന്തരാവകാശ നിയമവും എടുത്തുകളയുമെന്നാണ് 1957 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ജനസംഘ് പ്രഖ്യാപിച്ചത്. അന്ന് ഏക സിവിൽ കോഡ് എന്ന് എവിടെയും പരാമർശിച്ചിരുന്നില്ല. 1962 സമാന നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചത്. എന്നാൽ 1967 എല്ലാ പൗരന്മാർക്കും ഏകീകൃത വൈവാഹിക അനന്തരാവകാശ ദത്ത് നിയമങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചു. 1971 സമാന വാഗ്ദാനവുമായി അവർ തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങി. അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഈ വിഷയം അവർ ഉന്നയിച്ചില്ല. അന്ന് ജനതാ പാർട്ടിക്കൊപ്പമായിരുന്നു ജനസംഘം മത്സര രംഗത്തുണ്ടായിരുന്നത്. BJP രൂപം കൊണ്ട ശേഷം 80 തെരഞ്ഞെടുപ്പിലും സിവിൽ കോഡ് സംഘ് പരിവാർ ചർച്ചയാക്കിയില്ല. 1985 ഷബാനു കേസിലെ വിധി പ്രസ്താവത്തെ തുടർന്നാണ് ആദ്യമായി BJP ഏക സിവിൽ കോഡിനായി പരസ്യമായി രംഗത്ത് വന്നത്. പിന്നീട് രാജീവ് ഗാന്ധി മുസ്ലിം സ്ത്രീ അവകാശ നിയമം കൊണ്ടുവന്നതോടെ BJP ഏക സിവിൽ കോഡിനായി സമരം ചെയ്തു. 89 തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രധാന പ്രഖ്യാപനങ്ങളിൽ ഒന്നായി ഏക സിവിൽ കോഡ് അഥവാ UCC മാറി. 1991, 1998, 2004, 2019 തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോകളിലും ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് BJP പ്രഖ്യാപിച്ചു. 2014 കേവല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ഏക സിവിൽ കോഡിലേക്ക് വഴിയൊരുക്കുകയായിരുന്നു മോദി സർക്കാർ. ഇതിന്റെ ഭാഗമായിട്ടാണ് മുത്തലാഖ് നിയമമടക്കമുള്ള ബില്ലുകൾ അടിയന്തരമായി പാർലമെന്റിൽ എത്തിച്ച് നടപ്പാക്കിയത്. ഇത്തരം നിയമങ്ങളിലൂടെ മാത്രമേ ലിംഗസമത്വം ഉറപ്പാക്കാനാവൂ എന്ന സംഘ് പരിവാർ പ്രചാരണത്തിന് ചില മതേതര പാർട്ടികളിൽ നിന്നും പിന്തുണ കിട്ടി. തുടർന്നാണ് 2019 UCC മുഖ്യ തെരഞ്ഞെടുപ്പ് അജണ്ടകളിൽ ഒന്നായി പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ മോദിയുടെ രണ്ടാം ഊഴത്തിന്റെ തുടക്കം അത്ര എളുപ്പമായിരുന്നില്ല. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്ന പ്രക്ഷോഭത്തിന് ജനകീയമാനം കൈവന്നതോടെ നിലപാട് അല്പം മയപ്പെടുത്താൻ സർക്കാർ നിർബന്ധിതരായി. പിന്നീട് കോവിഡ് മഹാമാരി മൂലമുണ്ടായ അനിശ്ചിതത്വങ്ങളും CAA UCC വിവാദങ്ങൾ കെട്ടടങ്ങാൻ കാരണമായി. ഇതിനിടയിലാണ് സംസ്ഥാനങ്ങൾ വഴി UCC നടപ്പാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. ഉത്തരാഖണ്ഡായിരുന്നു ആദ്യ പരീക്ഷണശാല. 2022 തെരഞ്ഞെടുപ്പിൽ അക്കാര്യം മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രചരണത്തിനായി സംസ്ഥാനത്തെത്തിയ മോദി അടക്കമുള്ള നേതാക്കൾ ഊന്നിയതും ഏക സിവിൽ കോഡിൽ തന്നെയായിരുന്നു. ഏക സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്ന് സംസ്ഥാനത്തെ ആദിവാസികളെ ഒഴിവാക്കിയതിനു പിന്നിലും കൃത്യമായ രാഷ്ട്രീയ അജണ്ടകളുണ്ട്. ആചാരാനുഷ്ഠാന വൈവിധ്യങ്ങളാണ് ആദിവാസികളുടെ സവിശേഷത. ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതോടെ ഈ വൈവിധ്യമാണ് ഇല്ലാതാവുക. അതുകൊണ്ട് തന്നെ UCC നടപ്പാക്കുന്നതോടെ ആദിവാസി വിഭാഗങ്ങളുടെ കടുത്ത പ്രതിഷേധത്തിന് കാരണമാകും. ഇക്കാര്യം തിരിച്ചറിഞ്ഞാണ് ആദിവാസികൾക്ക് ഇളവ് പ്രഖ്യാപിച്ചത്. കേവലം 3% മാത്രമാണ് ഉത്തരാഖണ്ഡിലെ ആദിവാസി ജനസംഖ്യ. ഈ ഇളവിലൂടെ BJP ലക്ഷ്യമിടുന്നത് ഇതര വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെയാണ്. ആദിവാസി ജനവിഭാഗങ്ങൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള മിസോറാം, നാഗാലാൻഡ് സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ നിയമസഭകളിൽ UCC വിരുദ്ധ പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ ഇളവ് ഈ സംസ്ഥാനങ്ങൾക്കുള്ള സന്ദേശമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്.